250 രൂപ സമ്പാദ്യവും അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു 150 രൂപേൻ്റെ 200 രൂപേൻ്റെ ഇടയ്ക്ക് ചിലവാക്കിയിട്ട് 6 ഏക്കർ സ്ഥലം വാങ്ങിയൊരു കഥ പറയാം കേട്ടോ. വാ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ കഥയല്ല കേട്ടോ. ഇത് 1947 കാലഘട്ടങ്ങളിലെ കഥയാണ്. അന്ന് എൻ്റെ വെല്ലിച്ചാച്ചൻ കുടുംബത്തോടു കൂടി കോട്ടയം ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടായ സമയത്തുള്ള കഥയാണ്. അന്ന് ഇവിടെ വന്നത് ആദ്യമായിട്ട് 6 ഏക്കർ സ്ഥലം ഒരുമിച്ച് കാലി സ്ഥലം വാങ്ങിയെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കൃഷി ആണ് പിന്നെ ചെയ്തത്. ആദ്യം നട്ടത് നെൽകൃഷിയാണ്. ആദ്യം കരനെല്ലാണ് എല്ലായിടത്തും നടുന്നത്. അന്ന് അരിക്ക് ഭയങ്കര ക്ഷാമമുള്ളൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അന്ന് നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അന്ന് കാലത്തെ സമ്പാദ്യങ്ങളിൽപ്പെട്ട ഒരു സാധനം കേട്ടോ. ഇന്നും നമ്മുടെ മുറ്റത്ത് തന്നെ ഏറ്റവും ആദ്യം തന്നെ ഇരിക്കുന്ന സാധനം കേട്ടോ, ആട്ടുകല്ല്. പണ്ട് കാലത്ത് അന്ന് അരി ആട്ടിക്കൊണ്ടിരുന്ന കല്ലാണ്. എൻ്റെ ഓർമ്മയുള്ള കാലം വരെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ അമ്മ ആട്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലാണ്. ഇതിൻ്റെ കൂടെ ഒരു കുഴികല്ലും കൂടി ഉണ്ടായിരുന്നു. ഈ ഓലക്കയ്ക്ക് ഇടിക്കുന്ന കുഴികല്ല്, നിലത്ത് കുഴിച്ചിടുന്ന അതൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കുറേ സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കാന്താരി തന്നെ വരണം കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് ചിലർ പറയും പണ്ട് കാലത്തായിരുന്നു സന്തോഷം, പണ്ട് കാലത്തെ ഈ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നതായിരുന്നു. ഇപ്പോൾ ആ സന്തോഷം കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നത്. അന്നത്തെ കാലത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നതാണ് ഓർമ്മകൾ വെച്ചിട്ട്. പക്ഷെ ഇന്ന് തന്നെയാണ് സൗകര്യങ്ങളും എല്ലാ സാധനവും കൂടുതൽ ഇന്ന് തന്നെയാണ്. അന്നത്തെ പോലെ ആ കഷ്ടപ്പാടും ആ ദാരിദ്ര്യമൊന്നും ഇന്ന് ആർക്കും അനുഭവിക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ച് കഞ്ഞി വെച്ചിട്ട് എല്ലാവരും കൂടെ പിടിച്ചുപറി കൂടി തിന്നുന്ന ശരിക്കും അന്ന് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ആ ദാരിദ്ര്യം ഒന്നും ഉള്ളിലുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, കാലം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത് പണ്ടത്തെ കുറേ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ ഒരു കാലത്തും ജീവിച്ചിരുന്ന മനുഷ്യന്മാർ എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ഇന്നും ഈ കാലഘട്ടത്തിലും ആൾക്കാർ നമ്മുടെ ഇവിടെ കുന്നിൻ്റെ മുകളിൽ വഴി പോലും ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.